തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററായ PV അൻവർ ചിലരെയൊക്കെ നേരിൽ പോയി കണ്ട തനിക്കൊപ്പം കൂട്ടാനുള്ള തിരക്കിലാണ്. അങ്ങനെ നേതാവ് ആദ്യമെത്തിയത് പാലക്കാട്ടെ കോൺഗ്രസ് വിമതൻ ഗോപിനാഥിന്റെ അടുത്താണ്. നേതാവിനെ കണ്ട് ഒപ്പം നിൽക്കാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. എന്നാൽ അൻവറിന്റെ ആവശ്യം തള്ളിയ AV ഗോപിനാഥ് താല്പര്യമില്ലെന്ന് അറിയിച്ചു. ഇന്നലെ രാത്രി MV ഗോപിനാഥിന്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് PV അൻവർ ചർച്ച നടത്തിയത്. MLA സ്ഥാനം രാജിവെച്ച ശേഷം PV അൻവർ നിലമ്പൂരിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. തന്റെ ഭാവി പ്രവർത്തനം വിശദീകരിക്കാൻ അദ്ദേഹം രാവിലെ വാർത്താ സമ്മേളനം വരെ വിളിച്ചിരുന്നു. ഇതിനിടെ അൻവർ ഉയർത്തിയ മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട വന നിയമ ഭേദഗതി വിഷയം കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട്. നിലമ്പൂർ മേഖലയിൽ ഇന്ന് ഈ വിഷയത്തിൽ കോൺഗ്രസ് വാഹന പ്രചരണ ജാഥ വരെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കോൺഗ്രസിൽ പുതിയ തർക്കത്തിന് തുടക്കമിട്ടാണ് PV അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. ആര്യാടൻ ഷൗക്കത്തല്ല, നിലമ്പൂരിൽ VS ജോയിയാണ് മികച്ച സ്ഥാനാർത്ഥിയെന്ന അൻവറിന്റെ നിർദ്ദേശത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അമർഷമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ഗുഡ് ബുക്കിൽ കയറാൻ ശ്രമിക്കുമ്പോഴും അൻവറിന് പല ഗൂഢലക്ഷ്യങ്ങളും ഉണ്ടെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. പക്ഷേ അൻവറിനോട് എന്നും മൃദു സമീപനം തുടരുന്ന K സുധാകരനും രമേശ് ചെന്നിത്തലയും പക്ഷേ അതൊരു വലിയ പ്രശ്നമായി കണ്ടിരുന്നില്ല. ഏതായാലും അൻവർ അവസരം മുതലാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതോടെ MLA സ്ഥാനത്തിന് ഭീഷണി വന്നതാണ് അൻവർ സ്ഥാനം രാജിവെക്കാൻ കാരണമായത്. അൻവർ രാജിവെച്ച് തൃണമൂൽ സ്ഥാനാർത്ഥിയായേക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൻവർ. ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് 2016-ൽ അൻവർ ജയിക്കുന്നത്. അൻവറിനോട് അതിനാൽ തന്നെ ഷൗക്കത്തിന് വലിയ താല്പര്യവുമില്ല. അൻവറിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നതിനെ നേരത്തെ ഷൗക്കത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം താൻ ആരാണെന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയാമെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് ഇതിനോട് പ്രതികരിച്ചത്. അൻവറിന്റെ ആരോപണങ്ങൾക്ക് കൂടുതൽ മറുപടിയില്ല. ഞാൻ ആരാണെന്ന് ജനങ്ങൾക്കറിയാം. ഞാൻ തന്നെ എന്നെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഞങ്ങൾ സന്നദ്ധരാണ്. വലിയൊരു ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി വിജയിക്കും. അത് ആരായാലും എന്നാണ് ഷൗക്കത്ത് പറഞ്ഞത്. പിണറായിസത്തിനെതിരായ അവസാനത്തെ ആണിയായിരിക്കും നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പെന്നാണ് അൻവറിന്റെ വാദം.